ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതേ നമ്മുടെ പുളിമരം കേട്ടോ. ഈ പുളിമരത്തിൽ നിന്ന് നമ്മൾ പുളിയെല്ലാം പറിച്ച് കേട്ടോ. കുടംപുളിയായിരുന്നേ ആ കിട്ടിയ പുളിയാണ്. ഇത്രയും പുളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത പുളിയായിരുന്നു കേട്ടോ. 2-3 നേരത്തെ വീണത് കൊണ്ട് നമ്മൾ കുറച്ചങ്ങ് മാറ്റി വെച്ചായിരുന്നു. ആ വീണത് പിന്നെ എല്ലാം കൂടെ മുറിക്കാമെന്ന് ഓർത്ത് കേട്ടോ. അങ്ങനെ പറിച്ച് വെച്ച 2-3 ചീഞ്ഞിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പുളി മുറിക്കാൻ പോവാണ്. നിങ്ങളോർക്ക് ഞാനിത് തന്നെ ഇങ്ങനെയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണോ പുളി മുറിക്കാൻ പോകുന്നത്? നല്ല കേട്ടോ. ഓൾറെഡി റീൽസ് ചെയ്തായിരുന്നു. അപ്പോൾ റീൽസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ ഡ്രസ്സോടെ ഈ പുളിയെ അങ്ങ് മുറിച്ചേക്കാന്ന് ഓർത്ത് അങ്ങനെ ഇട്ടതാ കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? നല്ല വലിയ കുടംപുളിയായിരുന്നു കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ കുടംപുളിക്കകത്ത് കുരു? അത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ പുളിയുടെ കുരു തിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ നല്ല വലിയ കുരുവായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ ഓരോന്നും വയലിട്ട് ഇങ്ങനെ കഴിക്കുക. അതിനകത്ത് ആ പുറത്തെയുള്ള പാട പോലത്തെ സാധനം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്തപ്പോൾ നമ്മൾ ഈ കൊക്കോയൊക്കെ കഴിക്കത്തില്ലേ, കൊക്കോയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു കറ പോലെ വായിക്കാത്ത ലാസ്റ്റ് തോന്നിക്കും കേട്ടോ. അതുപോലെ തന്നെ എനിക്കിഷ്ടം പിഴുപുളിയിലെ പുളി തിന്നാനും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്കിങ്ങനെ പുളി, എരിവ് അതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ. മധുരത്തോടെ എനിക്കത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോഴത്തേ അങ്ങനെ പുളി ഇങ്ങനെ പിന്നെ രണ്ടായിട്ട്, വലിയ പുളിയല്ലേ, അപ്പോൾ ഒരു പൂള് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യത്തെ ആ 2 പുളിയുടെ കുരു മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ എനിക്ക് വേണ്ടായിരുന്നു. ബാക്കി കുരുവെല്ലാം അവിടെ പറമ്പിൽ തന്നെ അങ്ങോട്ടിട്ട് കിളുക്കുന്നെങ്കിൽ കിളുക്കട്ടെ എന്നോർത്ത് ഇട്ട് കേട്ടോ. നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ പുളി ഉണ്ടായി, പുളി എന്നല്ല എന്ത് പച്ചക്കറി സാധനങ്ങളാണെങ്കിലും നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടായി അത് പറിച്ച് അത് മുറിച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും പുളി കാണുന്നവർക്ക് ഇച്ചിരി ഉള്ളായിരിക്കാം, പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞാൻ ഓരോന്നും കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കാം. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ കത്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വല പോലെ കെട്ടി കമ്പിയൊക്കെ ഇട്ടിട്ട് അവത്തെ വെച്ച് കഴിയുമ്പോൾ പുക കൊണ്ട് വേഗം ഉണങ്ങും കേട്ടോ. അവസാനത്തെ ഒരു ചെരുവം പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പുളി നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടായിരുന്നു എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും കേട്ടോ. ആ ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും. ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ടാറ്റാ, ബൈ.